ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളം എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ രാത്രികാലങ്ങളിൽ അജ്ഞാതരുടെ സാന്നിധ്യമെന്ന് പരാതി. ഒരാഴ്ചയായിട്ടും ഹോസ്റ്റലിൽ ഭീതി പരത്തുന്നവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഭയത്താൽ ഉറക്കം നഷ്ടപ്പെട്ട് ബോധക്ഷയം സംഭവിച്ച വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതുമില്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഏറെ ഗുരുതരമായ ആരോപണമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. കോളേജിന്റെ ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം അവർക്കുണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഇക്കാര്യത്തിൽ കോളേജ് അധികൃതർ എന്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇത്തരത്തിൽ ഈ MSM കോളേജിൻ്റെ കായംകുളത്തുള്ള ലേഡീസ് ഹോസ്റ്റലിൽ ഈ അജ്ഞാതരുടെ സാന്നിധ്യം കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതായത് ആദ്യമായി സംഭവിക്കുന്ന വ്യാഴാഴ്ചയാണ്. അന്ന് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് രാത്രിയിൽ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരാളെ കാണുന്നു. അയാളെ കണ്ട് ഈ കുട്ടി നിലവിളിക്കുമ്പോൾ ഈ ഇരുട്ടിലുണ്ടായിരുന്ന ആ വ്യക്തി ഓടി ഈ സമീപത്തുള്ള റൂമിലേക്ക് കയറുന്നു. ആ റൂമിൽ ഒരു കുട്ടി കിടന്ന് മയങ്ങുന്നുണ്ടായിരുന്നു. ഈ കുട്ടി ഇയാളെ കണ്ട് കാറുന്നു. ഉടനെ ഇയാൾ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥിനികൾ വളരെ രീതിയിൽ ഭയപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇത് കോളേജ് മാനേജ്മെൻറ്റിനെയും അധികൃതരെയും എല്ലാം അറിയിച്ച് പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ പരാതിയിൽ നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. നമ്മളിപ്പോൾ കേട്ട ആ വിദ്യാർത്ഥിനി പറയുന്നതനുസരിച്ച് ഇവിടെ എത്തിയ പോലീസ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒളിഞ്ഞുനോട്ടക്കാരാണെങ്കിൽ അവർ വന്ന് കണ്ടിട്ട് പൊക്കോളും, നിങ്ങളത് വലിയ കാര്യമാക്കേണ്ട തരത്തിലേക്കുള്ള വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സമീപനം ഉണ്ടാകുന്നത്. അതിനുശേഷം തുടർച്ചയായ 4 ദിവസങ്ങളിൽ ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള അജ്ഞാതൻ്റെ സാന്നിധ്യം കാണുവാനുള്ള ഇടയായി. ഇത് വിദ്യാർത്ഥിനികൾ മാത്രമല്ല, ഈ ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള വാർഡനായിട്ടുള്ള ഒരു സ്ത്രീ അടക്കമുള്ള ഈ പറയുന്ന ആളെ കാണുകയുണ്ടായി. ഇതിൽ ആദ്യം കണ്ട ഒരാൾ മെലിഞ്ഞ് ഒരാളായിരുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വന്നത് ആദ്യം വന്ന ആളെക്കാളും സാമാന്യം വലുപ്പമുള്ള ഒരു ആളുടെ നിഴലാണ് കുട്ടികൾ കാണുകയുണ്ടായത്. അപ്പോൾ ഇതിൽ ആദ്യഘട്ടത്തിൽ കുട്ടികൾ ഇത്തരത്തിൽ പരാതി പറയുമ്പോൾ ഇത് കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം അതീവ ഭയത്തിലാണ് ഇവരിവിടെ കഴിഞ്ഞത്. വളരെയധികം മാനസിക സംഘർഷമാണ് ഈ വിദ്യാർത്ഥിനികൾ അനുഭവിച്ചതെന്നാണ് നമുക്ക് അവരോട് സംസാരിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ രാത്രികളിൽ ഇത്തരത്തിൽ ജനലിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുക, ജനലിൻ്റെ വാതിലിലൂടെ ആളുകൾ ഓടുക എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇവർ അത്യധികം ഭയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഭയത്തിൻ്റെ പുറത്ത് രാത്രിയിൽ ഭക്ഷണം പോലും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിദ്യാർത്ഥിനികൾ പോയത്. കാരണം ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ രാത്രിയിൽ ബാത്റൂമിൽ പോകേണ്ടതായിട്ട് വരും. അത്തരത്തിൽ രാത്രിയിൽ ബാത്റൂമിൽ പോയാൽ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് രാത്രികാലങ്ങളിൽ ഭക്ഷണം പോലും ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി പോവുകയായിരുന്നു. അങ്ങനെ ഈ ഉറക്കമില്ലായ്മയും രാത്രിയിലെ ഭക്ഷണമില്ലായ്മയും എല്ലാം അതിൻ്റെ പുറത്താണ് ചില വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഇവർ ആശുപത്രിയിൽ ചികിത്സ എടുക്കുകയും ചെയ്തത്. ഈ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് ഉറക്കമില്ലായ്മയാണ് ഇവരുടെ പ്രശ്നമെന്നാണ്. ഇപ്പോൾ ഈ കോളേജിൽ യൂണിവേഴ്സിറ്റി എക്സാമുകളടക്കം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ എക്സാമിന് കുട്ടികൾക്ക് പഠിക്കാനോ എക്സാമിൻ്റെ തലേന്ന് സമാധാനത്തോടെ ഉറങ്ങാനോ ഒന്നും കഴിയുന്നില്ല. കഴിഞ്ഞ ഏകദേശം 5 ദിവസത്തോളമായി ഇത്തരത്തിൽ ഈ അജ്ഞാതൻ ഇവിടെ വരികയും ഇവരെ ഭയപ്പെടുത്തുകയും ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള നടപടികൾ എടുക്കാനും പോലീസിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത്. ഇതിൽ CCTV ദൃശ്യങ്ങളടക്കം ഉണ്ടായിട്ട് പോലും പ്രതികളിലേക്ക് എത്താനോ അതിലേക്ക് എന്തെങ്കിലും ഒരു സൂചന അവരിൽ നിന്ന് ഉണ്ടാക്കാനോ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞിട്ട് ഇരുട്ടി തപ്പുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നിലവിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അധ്യാപകരും അടങ്ങുന്ന ഒരു ചർച്ചയാണ് പുരോഗമിക്കുന്നത്. ഈ കാര്യത്തിൽ അധ്യാപകർക്ക് പോലും പ്രതിഷേധമുണ്ട്. ഇന്ന് അവർ കോളേജിലടക്കം എത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടൊരു ബാഡ്ജ് കുത്തിയിട്ടാണ് അധ്യാപകർ പോലും ഇന്ന് കോളേജിൽ എത്തിയിരിക്കുന്നത്. ഈ അധ്യാപകരുടെ സംഘടന മാനേജ്മെൻറ്റിനെ കണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നടക്കമുള്ള പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ചർച്ച കോളേജ് ഹോസ്റ്റലിൽ പുരോഗമിക്കുകയാണ്. സ്വാതി, കൃത്യമായ നടപടി വേണ്ട ഒരു സംഭവം തന്നെയാണ്. ആലപ്പുഴ കായംകുളം MSM കോളേജിന്റെ വനിതാ ഹോസ്റ്റലിലാണ് രാത്രികാലങ്ങളിൽ അജ്ഞാതരുടെ സാന്നിധ്യമെന്ന് പരാതിയുണ്ടായിരിക്കുന്നത്. ഒരാഴ്ചയായിട്ടും ഹോസ്റ്റലിൽ ഭീതി പരത്തുന്നവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നും വിദ്യാർത്ഥിനികൾ പരാതി പറയുന്നു.